റൈറ്റിംഗ് പാഡ് തുറന്ന് ലീന മേശപ്പുറത്ത് വെച്ചു. കസേരയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവൾ ഒന്ന് ആലോചിച്ചു. ചെറിയ കുറിപ്പ് മതി, ആത്മഹത്യാക്കുറിപ്പിന് അധികം വലുപ്പം ആവശ്യമില്ല. അവൾ ബോൾ പെൻ എടുത്തു തുറന്നു. എഴുതേണ്ട വരികൾ മനസ്സിലേതാണ്ട് ആലോചിച്ച് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാരി വലിച്ചെഴുതി വായിക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട. ഇനി ജീവിക്കണമെന്ന് ആഗ്രഹമില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ലോകം വിട്ടുപോകുന്നു. എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി. എന്നെ സ്നേഹിക്കുന്ന കുറെ പേരുണ്ടെന്ന് എനിക്കറിയാം. അവരോടെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് ഭാഗ്യഹീനയായ ലീന. നല്ല വടിവൊത്ത അക്ഷരത്തിലാണ് അവൾ എഴുതിയത്. അവൾക്ക് അത്ഭുതം തോന്നാതിരുന്നില്ല. വിരലുകൾ വിറച്ചതേയില്ല. മനസ്സിന് നല്ല ധൈര്യം. കുറിപ്പിന് ചുവട്ടിൽ അവൾ പേരെഴുതി ഒപ്പിട്ടു. എന്നിട്ട് ആ കടലാസ് 4 മടക്കി മേശപ്പുറത്ത് വെച്ചു. അപ്പോഴാണ് ലീനയുടെ മൊബൈലിൽ ഒരു കോള് വന്നത്. ഡാഡിയോ മമ്മിയോ ആയിരിക്കുമെന്നാണ് അവൾ വിചാരിച്ചത്. നോക്കിയപ്പോൾ സ്വപ്ന ചേച്ചിയാണ്. ചേച്ചിക്ക് വിളിക്കാൻ കണ്ട നേരം. ഹലോ ചേച്ചി. അവൾ കോൾ എടുത്തു. എന്താ, പഠിക്കുമായിരുന്നോ? അല്ല. വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നോ? ഞാനിപ്പം ഹോസ്റ്റലിലല്ല ചേച്ചി, ട്രിവാൻഡ്രത്താ. അവൾ പറഞ്ഞു. എന്താ, ക്ലാസ് ഇല്ലയോ ഇപ്പം? ഇല്ല. സപ്പർ കഴിച്ചോ? ഇല്ല. മമ്മി എന്തിയെ? കിച്ചണിലാണോ? മമ്മിയും ഡാഡിയും ഇവിടെ ഇല്ല. കുമ്പനാട്ടെ പ്രിയാൻറ്റിയുടെ കുഞ്ഞിന്റെ മാമോദീസയായിരുന്നു ഇന്ന്. രാവിലെ വേണാടിന് അവർ പോയി. ഇന്ന് വരത്തില്ലേ? ഇല്ല. എരുമേലിയിൽ പോയി സിബി അങ്കിളിനെ കണ്ടിട്ട് നാളെ വരൂ. ഓ, പുള്ളിക്ക് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞായിരുന്നു. ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്ന് വിളിക്കുമ്പോഴാ മോളെ വിശേഷങ്ങളൊക്കെ അറിയുന്നേ. അപ്പോ നീ ഇന്നവിടെ ഒറ്റയ്ക്കാണോ? ആ, ഫ്ലാറ്റ് അല്ലയോ, പിന്നെ എന്നാ പേടിക്കാനാ. മമ്മിയുടെ ഒരു കസിന്റെ മോളാണ് സ്വപ്ന ചേച്ചി. മുംബൈയിൽ എഞ്ചിനീയറാണ്. എബിച്ചേട്ടൻ ബാങ്ക് ഓഫീസറും. ഞാനിപ്പം വിളിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാ മോളെ. നിങ്ങള് ഇൻഡസ്ട്രിയൽ വിസിറ്റിന് വരുന്നത് അടുത്ത മാസം 7-ാം തീയതിയല്ലേ? അതെ. എബിച്ചായൻ ചോദിച്ചു. ഒന്ന് കൺഫേം ചെയ്യാനാ. കോളേജിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ വിസിറ്റിന് പോകുന്ന സ്ഥലങ്ങളിൽ മുംബൈയും ഉണ്ടെന്നറിഞ്ഞപ്പോൾ സ്വപ്ന ചേച്ചിയെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ വിസിറ്റിന് പോകാൻ താൻ ഉണ്ടാകുകയില്ലല്ലോ എന്നപ്പോൾ അവൾ ഓർത്തു. അപ്പോൾ ഒന്നുകൂടെ ചോദിച്ചിട്ട് ഞാൻ പറയാൻ ചേച്ചി. അത് മതി മോളെ. എബിച്ചായന് ലീവ് എടുക്കാനാണ്. നിങ്ങൾ താമസിക്കുന്നിടത്ത് ഞങ്ങൾ വന്ന് കണ്ടോളാം. ഞാൻ വിളിക്കാം ചേച്ചി. ശരി മോളെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി. ലീന കോള് കട്ട് ചെയ്തു. ഇന്നലെ രാത്രിയിൽ കൂടി ഞാൻ ആ കുട്ടിയെ വിളിച്ചതാ. നോർമലായിട്ടാ സംസാരിച്ചേ. ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുമെന്ന് അന്നേരം സ്വപ്നത്തിൽ പോലും എനിക്ക് തോന്നിയില്ല. സംഭവം അറിയുമ്പോൾ സ്വപ്ന ചേച്ചി നിലവിളിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ലീനയുടെ മനസ്സിൽ തെളിഞ്ഞു. ലീന എഴുന്നേറ്റ് ചെന്ന് ജനാല കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. മങ്ങിയ മാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുണ്ട നിഴൽ പോലെ ഉയർന്നു നിൽക്കുന്ന അഗസ്ത്യമല കാണാം. 17-ാം നിലയിൽ നിന്നുള്ള കാഴ്ച രാത്രിയിലും പകലും അതിമനോഹരമാണ്. ഇത് അവസാനത്തെ കാഴ്ചയാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ ജനാലയുടെ അടുത്ത് വന്ന് ഇതുപോലെ നിൽക്കുകയില്ല. അവൾ ഒരു നിമിഷം കൂടി വെളിയിലേക്ക് നോക്കി നിന്നു. പിന്നെ വിൻഡോ കർട്ടൻ വലിച്ചിട്ടു. 7 മണിയായപ്പോൾ മമ്മി വിളിച്ചിരുന്നു. ഫ്രിഡ്ജിൽ ചോറും മീൻകറിയും ഉണ്ട്. അതെടുത്ത് ചൂടാക്കി കഴിക്കണം. നിനക്ക് പുട്ടിഷ്ടമാണല്ലോ. ചോറ് വേണ്ടെങ്കിൽ പുട്ടുണ്ടാക്ക്. അരിപ്പൊടിയും ഗോതമ്പ് പൊടിയുമുണ്ട്. അവൾ ഒന്നും ഉണ്ടാക്കിയില്ല. മരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഹോസ്റ്റൽ. എപ്പോഴും ആരെങ്കിലുമൊക്കെ അടുത്തുണ്ടാവും. ആരും കാണാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. തന്നെയുമല്ല, മമ്മിയെയും ഡാഡിയെയും അവസാനമായി ഒന്ന് കാണണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഡാഡി വളരെയേറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഫ്ലാറ്റാണിത്. 3 ബെഡ്റൂം. ജീവിതകാലം മുഴുവൻ വിയർപ്പൊഴുക്കി സമ്പാദിച്ച പണം കൊണ്ടാണ് ഇത് വാങ്ങിയത്. ഇവിടെ വെച്ച് മരിക്കാൻ വയ്യ. നാട്ടിലേക്ക് പോകാമെന്ന് ചിലപ്പോൾ ഡാഡിയും മമ്മിയും തീരുമാനിച്ചേക്കും. ആത്മഹത്യ നടന്ന ഫ്ലാറ്റാണെന്നറിയുമ്പോൾ വാങ്ങാൻ ആരും തയ്യാറാകില്ല. വിൽക്കാൻ സാധിച്ചാൽ തന്നെ വളരെ നഷ്ടത്തിൽ കൊടുക്കേണ്ടി വരും. ഒരുപാട് തിരച്ചിലുകൾക്കൊടുവിൽ മരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇന്ന് വൈകുന്നേരമാണ് അവൾ കണ്ടുപിടിച്ചത്. നാളെ രാവിലെ അവിടേക്ക് പോകണം. ഓട്ടോയിലാണ് ലീന തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയത്. രാവിലത്തെ തിരക്ക് പ്രകടമായിരുന്നു സ്റ്റാൻഡിൽ. യാത്രക്കാർ ധൃതിയിൽ ബസ്സുകളുടെ ബോർഡ് നോക്കി പായുന്നു.
ലൗഡ് സ്പീക്കറിലൂടെ അനൗൺസ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നു. അവൾ നേരെ എൻക്വയറിയിലേക്കാണ് ചെന്നത്. സാർ, തെങ്കാശിക്കുള്ള ബസ് ഇനി എപ്പോഴാണുള്ളത്? അവൾ തിരക്കി. ഒരു ബസ് സ്റ്റാൻഡിൽ പിടിച്ചിട്ടുണ്ടാവും. അരമണിക്കൂറിനകം പുറപ്പെടും. സീറ്റ് കിട്ടണമെങ്കിൽ കൂപ്പൺ എടുക്കുന്നതാണ് നല്ലത്. കൗണ്ടറിലുണ്ടായിരുന്ന മധ്യവയസ്കൻ പറഞ്ഞു. തെന്മല വഴിയല്ലേ ആ ബസ് പോകുന്നത്? അതെ. എത്ര സമയമെടുക്കും? 2-2.5 മണിക്കൂറിലേറെയാകും. താങ്ക് യു സാർ. തെന്മലയിൽ ഒരു ഡാമുണ്ട്. ധാരാളം വെള്ളമുള്ള ഒരണക്കെട്ട്. അടുത്ത കൗണ്ടറിൽ ചെന്ന് അവൾ തെങ്കാശി ബസ്സിന് ഒരു കൂപ്പൺ എടുത്തു. ജീൻസും ടോപ്പുമായിരുന്നു അവളുടെ വേഷം. ചുമലിൽ ഷോൾഡർ ബാഗ്. ആര് കണ്ടാലും സംശയം തോന്നുകയില്ല. കോളേജ് വിദ്യാർത്ഥിനി. പക്ഷേ ഒറ്റയ്ക്കായതുകൊണ്ട് തുറിച്ചു നോട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ബട്ട് ഹൂ കെയർസ്? എല്ലാം അവസാനിക്കുകയല്ലേ. ആരോടും ദേഷ്യമില്ല, പരാതിയില്ല, പരിഭവമില്ല. പ്ലാറ്റ്ഫോമുകൾ ഓരോന്നായി കടന്നു ചെന്ന് ഒടുവിൽ അവൾ തെങ്കാശി ബോർഡ് വെച്ച ബസ് കണ്ടുപിടിച്ചു. കൊള്ളാം, AC ബസ്സാണ്. വോൾവോ. ലീന ബസ്സിൽ കയറി. 7-8 പേർ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. ബാക്കി സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. കൂപ്പണിൽ സീറ്റ് നമ്പർ 6 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവൾ 6-ാം നമ്പർ സീറ്റിൽ ചെന്നിരുന്നു. 2 പേർക്കുള്ള സീറ്റിൽ സൈഡ് സീറ്റാണ്. ഷോൾഡർ ബാഗ് എടുത്ത് മടിയിൽ വെച്ച് അവൾ ഇരുന്നു. ഉച്ചയ്ക്ക് മുമ്പ് തെന്മയിലെത്തും. ബസ് ഇറങ്ങിയാൽ ഡാമിലേക്ക് 1 കിലോമീറ്ററോളം നടക്കണം. ചുറ്റി വളഞ്ഞ് മുകളിൽ ചെന്നാൽ പടിക്കെട്ടുകൾ. ഡാമിന്റെ മുകളിൽ കുറുകെയുള്ള റോഡിൽ ഉച്ചയ്ക്ക് തിളയ്ക്കുന്ന വെയിലായിരിക്കും. അതുകാരണം വിനോദസഞ്ചാരികളാരും ആ സമയത്ത് അവിടെ ഉണ്ടാകുകയില്ല. സിമന്റ് മതിലിന്റെ മുകളിൽ കയറി നിന്ന് തടാകത്തിലേക്ക് ഒറ്റച്ചാട്ടം. നല്ല ആഴം കാണും. താഴേക്ക് പോയാൽ ചിലപ്പോൾ ഉയർന്നു വരണമെന്നില്ല. കണ്ടക്ടർ വന്നു. അപ്പോഴേക്ക് ബസ് ഏതാണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അവളുടെ തൊട്ടടുത്ത സീറ്റിൽ ആരും വന്നിരുന്നില്ല. അത്രയും നല്ലത്. സ്വസ്ഥമായിട്ട് പോകാം. ലീന സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചിരുന്നു. 3 മാസം മുൻപായിരുന്നു ആ തെന്മല യാത്ര. അതിനും 1 മാസം മുമ്പേ ആലോചന തുടങ്ങിയിരുന്നു. തലേ ദിവസം വൈകിട്ട് അവൻ വിളിച്ച് യാത്രാ പ്ലാനുകൾ കൃത്യമായി പറഞ്ഞു. ഞാൻ പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് തിരിക്കും. കാറിലായിരിക്കും വരുന്നത്. നീ രാവിലെ 8 മണിയാവുമ്പോൾ ചിന്നക്കടയിൽ വന്നു നിൽക്കണം. വീട്ടിൽ പോവാണെന്ന് ഹോസ്റ്റലിൽ പറഞ്ഞാൽ മതി. ശനിയാഴ്ചയായതുകൊണ്ട് സംശയം തോന്നില്ല. ഞായറാഴ്ച വൈകുന്നേരം നിന്നെ കൊല്ലത്ത് ചെന്ന് വിടാം. ടിക്കറ്റ്. കണ്ടക്ടറുടെ ഉച്ചത്തിലുള്ള വിളി കേട്ട് അവൾ പെട്ടെന്ന് ഞെട്ടലോടെ കണ്ണു തുറന്നു. തെന്മല, അവൾ പറഞ്ഞു. ഷോൾഡർ ബാഗ് തുറന്ന് അവൾ പേഴ്സ് എടുത്തു. ടിക്കറ്റ് കിട്ടിയപ്പോൾ അത് നോക്കിയിട്ട് അവൾ പേഴ്സിൽ നിന്ന് പണമെടുത്തു കൊടുത്തു. അല്പനേരം കൂടി കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ ഡബിൾ ബെല്ല് കൊടുത്തു. വണ്ടിയുടെ എഞ്ചിൻ പെട്ടെന്നുണർന്നു. ആരോ ഓടിക്കിതച്ചു വന്ന് അപ്പോൾ വണ്ടിയിൽ കയറി. വീണ്ടും ഡബിൾ ബെല്ല്. അതോടെ വണ്ടി മെല്ലെ നീങ്ങി. ഒഴിഞ്ഞ സീറ്റ് നോക്കി താടി വളർത്തിയ ഒരു ചെറുപ്പക്കാരൻ ബാഗും തൂക്കി വരുന്നത് അവൾ കണ്ടു. കോളേജ് സ്റ്റുഡന്റ് ആണെന്നാണ് അവൾക്ക് തോന്നിയത്. നീല ജീൻസും നീല ചെക്ക്ഷർട്ടുമായിരുന്നു വേഷം. ഫുൾ സ്ലീവ് ഷർട്ടിന്റെ 2 കൈകളും മുട്ടുവരെ അലക്ഷ്യമായി മടക്കി വെച്ചിരിക്കുന്നു. എക്സ്ക്യൂസ് മീ, ഞാനിവിടെ ഇരിക്കുന്നതിൽ വിരോധമുണ്ടോ? അയാൾ അവളുടെ അടുത്ത് വന്ന് നിന്ന് സൗഹൃദത്തോടെ ചോദിച്ചു. അവൾ മറുപടിയൊന്നും പറയാതെ അല്പം ഒതുങ്ങി ഇരുന്നു കൊടുത്തു. താങ്ക്സ്. മുകളിലത്തെ ലഗേജ് റാക്കിൽ ബാഗ് വെച്ചിട്ട് അയാൾ അവളുടെ അടുത്തിരുന്നു. എന്നിട്ട് അവളെ ഒന്ന് നോക്കി. പക്ഷേ അവൾ അത് കണ്ടതായി നടിച്ചില്ല. കണ്ടക്ടർ അയാളുടെ അടുത്തേക്ക് വന്നു. ടിക്കറ്റ്. തെന്മല, അയാൾ പറഞ്ഞു. കക്ഷിയും തെന്മലയ്ക്കാണല്ലോ, അവൾ മനസ്സിൽ പറഞ്ഞു. അവൾ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. അയാൾ അവളെ സ്പർശിക്കാതെയാണ് ഇരുന്നത്. പക്ഷേ വളവുകൾ തിരിയുമ്പോഴും ഏതെങ്കിലും വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്യുമ്പോഴും അറിയാതെ തമ്മിൽ മൃദുവായി ഉരസുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും അറിയാത്ത മട്ടിലിരുന്നു. കൊല്ലത്ത് നിന്ന് തെന്മലയിലേക്കുള്ള ആദ്യ യാത്രയിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ പറഞ്ഞു, നമ്മൾ തെന്മലയിൽ ഒരു ടെന്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ടെന്റോ? അവൾ ഞെട്ടലോടെ അവനെ നോക്കി. അതെ, കൂടാരം. അവിടെ റൂംസ് ഒന്നുമില്ലേ? ഇല്ല. ഇതാണ് രസം. പ്രകൃതിയോട് വളരെ ചേർന്ന് ചെറിയ ചെറിയ ടെന്റുകൾ എന്ന് വിചാരിച്ച് പേടിക്കണ്ട. ഡബിൾ ബെഡ്, അറ്റാച്ച്ഡ് ബാത്റൂം, ഉള്ളിൽ നല്ല ക്ലോത്തിന്റെ ഭിത്തി, വെളിയിൽ നല്ല സ്ട്രോങ് ഭിത്തി.
കേട്ടപ്പോൾ അവൾക്ക് കൗതുകം തോന്നി. സേഫാണല്ലോ. എങ്കിലും അവൾ ചോദിച്ചു. ഡബിൾ സേഫ്. അവൻ പുഞ്ചിരിച്ചു. നീ അവിടെ മുമ്പ് പോയിട്ടുണ്ടോ? അവൾ തിരക്കി. ഉണ്ട്. ആരുടെ കൂടെ? അവനൊന്ന് ചിരിച്ചു. ഒരു ഫ്രണ്ടിന്റെ കൂടെ. ഏത് ഫ്രണ്ട്? അവൾ വീണ്ടും ചോദ്യം ചെയ്തു. എന്റെ കൂടെ പൂനെയിലുണ്ടായിരുന്ന രാകേഷ്. അവൻ UP-കാരനാണ്. എല്ലാം വിശ്വസിച്ചു. പൊട്ടി. പെട്ടെന്നാണ് അവളുടെ അടുത്തിരുന്ന താടിക്കാരന്റെ മൊബൈലിൽ ഒരു കോള് വന്നത്. കബീ കബീ മേരെ ദിൽമേ. ആ റിംഗ് ടോൺ കേട്ട് ലീന ഞെട്ടി. അവന്റെ മൊബൈലിന്റെ അതേ റിംഗ് ടോൺ. ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടാണ് അയാൾ മൊബൈൽ എടുത്തത്. ബസിന്റെ ഇരമ്പൽ കാരണം അതേ നിവൃത്തിയുള്ളൂ എന്ന് അവൾക്കും അറിയാമായിരുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് പറയുന്നത് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എങ്കിലും അയാളുടെ സംസാരത്തിന് അവൾ കാതോർത്തു. നീ ഇപ്പോഴും എറണാകുളത്ത് നിൽക്കുന്നതേയുള്ളോ? ഉച്ച കഴിഞ്ഞ് തിരിച്ചാൽ ഇവിടെ എത്തുമ്പോൾ രാത്രിയാകുമല്ലോ. നല്ല പണിയായിപ്പോയടാ. അതുവരെ ഞാൻ എന്ത് ചെയ്യും? അവരോട് ഞാൻ എന്ത് പറയണം? ചെക്കൗട്ട് ടൈം ഉച്ചയ്ക്ക് 12 മണിയാണെന്നല്ലേ പറഞ്ഞത്? അത് പ്രശ്നമാവില്ലേ? അടുത്ത 2 ദിവസം ഞാൻ ഫ്രീയാ. ശരി, വിളിക്ക്. അയാള് കോള് കട്ട് ചെയ്തു. ആരോടാണ് സംസാരിച്ചതെന്ന് അവൾക്ക് ഒരു ഊഹവും കിട്ടിയില്ല. ആരോ വരാനുണ്ടായിരുന്നു. ആള് ലേറ്റ് ആകും. ആണുങ്ങളെ വിശ്വസിക്കാൻ പാടില്ല. എടാ പോടാ എന്നൊക്കെ വിളിച്ചത് കൊണ്ട് അതേതെങ്കിലും പെണ്ണാകാനും മതി. അവൾ ഇടം കണ്ണിട്ട് അയാളെ ഒന്ന് നോക്കി. 24 25 വയസ്സേ കാണൂ. ഭംഗിയുള്ള താടി. പുകവലിയില്ലെന്ന് തോന്നുന്നു. നല്ല വൃത്തിയുള്ള ചുണ്ടുകൾ. മുടി ചീക്കി വെച്ചിട്ടും നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. പെട്ടെന്നാണ് അയാൾ മുഖം തിരിച്ച് അവളെ ഒന്ന് നോക്കിയത്. അറിയാതെ അപ്പോൾ അവളും ഒന്ന് നോക്കി. അയാൾ ഒന്ന് പുഞ്ചിരിച്ചു. എവിടേക്കാണ്? മൃദുസ്വരത്തിൽ അയാൾ ചോദിച്ചു. തെന്മല, അവൾ പറഞ്ഞു. അവിടെയാണോ വീട്? അടുത്ത ചോദ്യം വന്നു. അല്ല. ലീനയ്ക്ക് സംസാരം തുടരാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഒറ്റ വാക്കിൽ മറുപടി ഒതുക്കിയത്. മുൻപ് പോയിട്ടുണ്ടോ അവിടെ? അയാൾ വിടാൻ ഭാവമില്ലായിരുന്നു. ഉണ്ട്. അവൾ മൂളി. ഞാൻ ആദ്യമായിട്ടാ. എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അവനാ റൂം ബുക്ക് ചെയ്തത്. അവിടെ റൂം ഇല്ലെന്നാണല്ലോ അന്ന് അവൻ പറഞ്ഞത്. ടെന്റുകൾ മാത്രം. അവൾ അത് വിശ്വസിച്ചു കൂടിയില്ല. പ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഹോട്ടലുകൾ ഇല്ലാതിരിക്കുമോ? എന്താണ് പേര്? അയാൾ ചോദിച്ചു. ജാസ്മിൻ, അവൾ പറഞ്ഞു. ശരിക്കുള്ള പേര് പറയാൻ അവൾക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് നാവിൽ തോന്നിയ ഒരു പേര് പറഞ്ഞത്. ഞാൻ അശോക്. സ്വന്തം സ്ഥലം ആലുവയിലാണ്. പക്ഷെ താമസം തിരുവനന്തപുരത്തും. അവിടെയാണോ വർക്ക് ചെയ്യുന്നത്? അവൾ അറിയാതെ ചോദിച്ചു പോയി. അതെ, ഒരു TV ചാനലിൽ. ലീന ഒന്ന് ഞെട്ടി. വേറെ ഒരു ചാനലിനും കിട്ടാത്ത ഒരു റിപ്പോർട്ട് ഇയാളുടെ ചാനലിൽ കിട്ടും. ആത്മഹത്യ ചെയ്ത പെൺകുട്ടി ലീന തിരുവനന്തപുരം മുതൽ ഞങ്ങളുടെ സ്റ്റാഫായ അശോകിനോടൊപ്പം തെന്മല വരെ ബസ്സിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒരു സംശയവും ആ സമയത്ത് തോന്നുമായിരുന്നില്ല. ജാസ്മിൻ ഉല്ലാസയാത്ര പോവുകയല്ലെന്ന് തോന്നുന്നു, അശോക് പറഞ്ഞു. അതെന്താ അങ്ങനെ തോന്നിയത്? അവൾ ചോദിച്ചു. സാധാരണ ഒറ്റയ്ക്കാരും ഉല്ലാസയാത്ര പോകാറില്ല. അപ്പോൾ അശോക് പോകുന്നതോ? ഞാൻ പോകുന്നത് വേറൊരാവശ്യത്തിനാണ്. ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ. തന്റെ ഊഹം തെറ്റിയില്ലല്ലോ എന്നവൾ ഓർത്തു. അയാളെ കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു കലയുമായി ബന്ധമുള്ള ആളായിരിക്കുമെന്ന്. ഏത് സിനിമയ്ക്കാണ്? പേരിട്ടിട്ടില്ല. അതിന്റെ ഡിസ്കഷൻ കഴിഞ്ഞു. 2 ദിവസം ആളൊഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നിരുന്ന് ഒരാലോചന. അതിനുവേണ്ടിയാണ്. അശോക് പറഞ്ഞു. ഫ്രണ്ട് വരുന്നതും ഈ ആലോചനയ്ക്കാണോ? അവന് കഥയുമായോ സ്ക്രിപ്റ്റുമായോ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ അവനാണ് പ്രൊഡ്യൂസറെ സംഘടിപ്പിച്ചു തന്നത്. അപ്പോൾ ഡയറക്ടർക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ലേ? ലീനയ്ക്ക് അത്ഭുതം തോന്നാതിരുന്നില്ല. എന്തിനാണ് താൻ ആവശ്യത്തിലധികം സംസാരിക്കുന്നത്? മിണ്ടാതിരുന്നുകൂടെ നിനക്ക്? നീ ആത്മഹത്യ ചെയ്യാൻ പോകുന്നവളാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടാൽ നീ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകും. ഡയറക്ടറുമൊത്താണ് ഡിസ്കഷൻ കഴിഞ്ഞത്. ഇനി സ്ക്രിപ്റ്റ് എഴുതിയ ശേഷം ഡയറക്ടറെ കണ്ടാൽ മതി. കൂടുതലൊന്നും ചോദിക്കില്ലെന്ന് അവൾ തീരുമാനിച്ചു. ജാസ്മിൻ എന്തിനാണ് തെന്മലയിലേക്ക് പോകുന്നത്? അതുവരെ സംസാരിച്ചതിൽ നിന്ന് ഉടലെടുത്ത സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യമെടുത്താണ് അയാൾ ചോദിച്ചതെന്ന് മനസ്സിലായി. മിണ്ടാതിരുന്നാ മതിയായിരുന്നു. എന്റെ ഫ്രണ്ടിന്റെ വീട് അവിടെയാണ്. അവളെ കാണാൻ പോകുന്നു. ജാസ്മിൻ എന്തു ചെയ്യുന്നു? പഠിക്കുകയാണ്. ഏത് കോഴ്സിന്? ബിടെക്. ഏത് ഇയറാ? ഫൈനൽ ഇയർ. തെന്മലയിലുള്ള ഫ്രണ്ട് ക്ലാസ്മേറ്റ് ആണോ? അതെ. ഇപ്പോ ക്ലാസ് ഇല്ലേ? വെക്കേഷനാണ്.
ചോദ്യങ്ങൾ അവസാനിപ്പിക്കാൻ എന്താണ് മാർഗം? കണ്ണുകളടച്ച് ഉറങ്ങാൻ ശ്രമിക്കുന്നു എന്ന് നടിച്ചിരുന്നാലോ? ബസ് നല്ല വേഗത്തിലാണ് ഓടിയത്. എങ്കിലും 1 മണിക്കൂറെങ്കിലും ഇനിയും എടുക്കും തെന്മലയിലെത്താൻ. ലീന കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. അത് കണ്ടിട്ടാകാം അയാൾ പിന്നെ സംസാരിക്കാൻ മുതിർന്നില്ല. പെട്ടെന്നാണ് അവളുടെ മനസ്സിലേക്ക് വേറൊരു ചിന്ത കടന്നു വന്നത്. ഡാമിന്റെ റിസർവോയറിലേക്ക് ചാടുന്നത് അത്ര എളുപ്പമായിരിക്കുമോ എന്നറിയില്ല. ഉറക്ക ഗുളികയായിരുന്നു നല്ലത്. ഇവിടെ വന്ന് ആ ടെന്റ് തന്നെ എടുത്താൽ മതിയായിരുന്നു. വേഴാമ്പൽ, അതായിരുന്നു അന്ന് വന്ന് താമസിച്ച ടെന്റിന്റെ പേര്. അവനുമായി വന്നപ്പോഴാണ് ടെന്റിന്റെ വാതിലിന് മുകളിൽ ആ പേര് എഴുതി വെച്ചിരിക്കുന്നത് അവൾ കണ്ടത്. ആ പേര് ഒരപശകുനം പോലെയാണ് അവൾക്കപ്പോൾ തോന്നിയത്. മഴയ്ക്ക് വേണ്ടി ദാഹിച്ചിരിക്കുന്ന പക്ഷിയാണ് വേഴാമ്പൽ എന്നാണ് കേട്ടിട്ടുള്ളത്. സ്നേഹത്തിന് വേണ്ടി കേഴുന്ന വേഴാമ്പലായി പോയല്ലോ ഞാൻ. എന്താ ഈ ടെന്റിന് വേഴാമ്പൽ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്? അവൾ ചോദിച്ചു. ഓരോ ടെന്റിനും ഓരോ പക്ഷിയുടെ പേരാണ്. വേഴാമ്പൽ, മൈന, ബുൾബുൾ. നമുക്ക് വേറൊരു ടെന്റ് കിട്ടുമോ? ചോദിച്ചു നോക്കാം. കിട്ടുമെന്നുറപ്പില്ല. എല്ലാം നേരത്തെ ബുക്കഡ് ആയിരിക്കും. വേഴാമ്പലിനെന്താ കുഴപ്പം? നമ്മുടെ ദേശീയ പക്ഷിയല്ലേ. വേഴാമ്പലിന് കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓർമ്മയിൽ മുഴുകിയത് കാരണം സമയം പോയത് അറിഞ്ഞില്ല. ജാസ്മിൻ വിളി കേട്ടാണ് അവൾ ഉണർന്നത്. ബസ് നിർത്തിയിട്ടിരിക്കുന്നു. ഇറങ്ങൂ, തെന്മല എത്തി, അശോക് പറഞ്ഞു. ഓ, ഞാൻ അറിഞ്ഞില്ല. യാത്രക്കാരിൽ ചിലർ ഇറങ്ങുന്നുണ്ടായിരുന്നു. അശോകിനു പിന്നാലെ അവളും ഇറങ്ങി. അത് 3 റോഡുകൾ ഒന്നിച്ചു ചേരുന്ന ചെറിയൊരു കവലയായിരുന്നു. അശോകിന് അത്ഭുതം തോന്നി. ടൂറിസ്റ്റ് സ്പോട്ടിന്റെ ഒരു പകിട്ടുമില്ല. ഗ്രാമപ്രദേശത്തുകൂടി കടന്നു പോകുന്ന മെയിൻ റോഡ്. ഇരുവശത്തും കൊച്ചു കൊച്ചു കടകൾ. ഒരു വശത്ത് ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഭീമാകാരമായ ആർച്ച്. അവിടെ സെക്യൂരിറ്റി ക്യാബിൻ. ജാസ്മിൻ ഇനി എങ്ങോട്ടാണ്? അശോക് തിരികെ. എന്റെ ഫ്രണ്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം, അവൾ പറഞ്ഞു. ഉടൻ വരുമോ? ബസ്സിറങ്ങിയിട്ട് വിളിക്കാനാ പറഞ്ഞത്. 15 മിനിറ്റ് എടുക്കും. ഓക്കെ, ഞാൻ പൊയ്ക്കോട്ടെ. അവൾ തലകുലുക്കി. ഇനി എവിടെ വെച്ചെങ്കിലും കാണാം. ശരി. MLAയുടെ ഫണ്ടിൽ പണിഞ്ഞ ബസ് കാത്തിരിപ്പ് കേന്ദ്രമായിരുന്നു റോഡ് വക്കിൽ. അശോകിൽ നിന്ന് രക്ഷപ്പെടാൻ ലീന അങ്ങോട്ട് ചെന്ന് ബെഞ്ചിലിരുന്നു. അശോക് മൊബൈൽ എടുത്ത് കൂട്ടുകാരനെ വിളിച്ചു. ജഗൻ, ഞാൻ തെന്മലയിലെത്തി. ഒരു ബസ് അപ്പോൾ അവിടെ നിർത്താതെ ചീറിപ്പാഞ്ഞു കടന്നുപോയി. അതിന്റെ ഇരമ്പൽ കാരണം ജഗൻ പറഞ്ഞത് അശോക് കേട്ടില്ല. എന്താ നീ പറഞ്ഞത്? അശോക് ചോദിച്ചു. എടാ, നീ എവിടെ നിൽക്കുന്നു? ജഗൻ തിരക്കി. ഞാൻ ബസ് ഇറങ്ങി നിൽക്കുന്നു. ഇവിടെ കുറച്ച് പെട്ടിക്കടകളല്ലാതെ വേറൊന്നും കാണുന്നില്ല. ഞാൻ ഇറങ്ങിയ സ്റ്റോപ്പ് തെറ്റിയോ? ഇല്ലടാ, അവിടേന്ന് 1 കിലോമീറ്ററോളം അകലെയാണ് ടൂറിസം ഓഫീസ്. മെയിൻ റോഡിലേക്ക് വന്നു കയറുന്ന റോഡില്ലേ, അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ ഓട്ടോ കിട്ടും. നീ ചെന്ന് പേയ്മെന്റ് നടത്ത്. ലേറ്റായാലും ഞാൻ ഇന്ന് വരാൻ ശ്രമിക്കാം. ശരിയടാ, കഴിയുന്നതും നേരത്തെ വരണേ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക്. ഞാൻ വന്നാലും നീ ഒറ്റയ്ക്കായിരിക്കും. അതെന്താ? എന്റെ കൂടെ സുസ്മിതയും കാണും. നമ്മുടെ അതെ, സെക്കൻഡ് ഹീറോയിൻ. സിനിമയുടെ ആലോചന തുടങ്ങിയപ്പോൾ മുതൽ ജഗന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന പെൺകുട്ടിയാണ് സുസ്മിത. കാണാൻ നല്ല കുട്ടിയാണ്, നർത്തകിയാണ്. 2 ടെന്റുകളല്ലേ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, അത് മതിയോ? അശോക് സംശയിച്ചു. പോരെ, നിനക്കൊന്ന് ഞങ്ങൾക്കൊന്ന്. ജഗൻ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിയടാ, വന്നിട്ട് കാണാം. അശോക് കോള് കട്ട് ചെയ്തു. അയാൾക്കല്പം നീരസം തോന്നാതിരുന്നില്ല. ജഗൻ മാത്രമേ ഉണ്ടാകൂ എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അയാൾ ചുറ്റിനും നോക്കി. സമീപത്തൊന്നും ഓട്ടോറിക്ഷയുടെ പൊടി പോലുമില്ല. വേലത്തൊരു കിലോമീറ്റർ എങ്ങനെ നടക്കും? അയാൾ ആലോചിച്ച് നിൽക്കുമ്പോൾ എവിടെ നിന്നോ ഒരൊഴിഞ്ഞ ഓട്ടോ ഓടിയെത്തി. അയാൾ അത് കൈകാട്ടി നിർത്തിച്ചു. ഇക്കോ ടൂറിസം ഓഫീസ്. ഓട്ടോ അയാളെയും കൊണ്ട് ടൂറിസം ഓഫീസിന്റെ മുമ്പിൽ ചെന്ന് നിന്നു. ഓടിട്ട ഒറ്റനില കെട്ടിടമായിരുന്നു ഓഫീസ്. അയാൾ പടികൾ കയറി ചെന്നു. റിസപ്ഷനിൽ വെളുത്തു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഉണ്ടായിരുന്നത്. സാർ, ഞാൻ അശോക് മാത്യു. 2 ടെന്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ജഗൻ വർഗീസിന്റെ പേരിൽ. പെട്ടെന്ന് ചെറുപ്പക്കാരൻ പുഞ്ചിരിച്ചു. ജഗൻ ഞങ്ങളുടെ പതിവ് വിസിറ്ററാണ്. ഇരിക്കൂ, അയാൾ പറഞ്ഞു. എതിർവശത്തുള്ള കസേരയിൽ അശോക് ഇരുന്നു. എത്ര ദിവസത്തേക്കാണ്? 2 ദിവസം. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാലോ. 1 മിനിറ്റ്.
ബുക്കിംഗ് ഉണ്ടോയെന്ന് നോക്കിക്കോട്ടെ. അയാൾ ഡെസ്ക്ടോപ്പിൽ തിരഞ്ഞു. നോ പ്രോബ്ലം. 2-3 ദിവസം നീട്ടാം. തൽക്കാലം 2 ദിവസത്തേക്കുള്ള അഡ്വാൻസ് മതി. അയാൾ കണക്കുകൂട്ടി പറഞ്ഞ തുക അശോക് പേഴ്സിൽ നിന്ന് എടുത്തു കൊടുത്തു. ജഗൻ ഇന്ന് വരും, പക്ഷേ ലേറ്റ് ആകും. അത് കുഴപ്പമില്ല. സാറ് കാറിലാണോ വരുന്നത്? അയാൾ ചോദിച്ചു. അല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയയിലാണ്. സെക്യൂരിറ്റി പ്രമാണിച്ച് അവർ ഉള്ളിലേക്ക് സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടില്ല. പക്ഷേ വെഹിക്കിൾ നമ്പർ തന്നാൽ ഞാൻ സെക്യൂരിറ്റി സ്റ്റാഫിന് കൊടുക്കും. അതുണ്ടെങ്കിൽ പ്രശ്നം വരില്ല. അയാൾ വിശദീകരിച്ചു. എങ്കിൽ ജഗനോട് വിളിച്ച് ചോദിക്കാം. അശോക് അപ്പോൾ തന്നെ ജഗനെ വിളിച്ച് വിവരം പറഞ്ഞു. നമ്പർ ഞങ്ങൾ വാട്സപ്പ് ചെയ്യാമെടാ. സുസ്മിതയുടെ കാറിലാണ് ഞങ്ങൾ വരുന്നത്. ഡ്രൈവ് ചെയ്യിക്കുന്നത് ഞാനായിരിക്കുമെന്നേയുള്ളൂ. അതങ്ങനെയല്ലേ വരൂ. പലതരം വണ്ടികൾ ഓടിച്ച് നിനക്ക് പരിചയമുണ്ടല്ലോ. അശോക് പരിഹസിച്ചു. ഓടാ. കോള് കട്ടായി. അടുത്ത നിമിഷത്തിൽ ജഗന്റെ വാട്സാപ്പ് മെസ്സേജ് വന്നു. അയാൾ വരുന്ന കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ ആയിരുന്നു അത്. അശോക് അത് റിസപ്ഷനിൽ കൊടുത്തു. ഇനി ഏത് പാതിരാത്രിയിലും ജഗൻ വന്നാൽ അവന്റെ വണ്ടി സെക്യൂരിറ്റി സ്റ്റാഫ് അകത്തേക്ക് കടത്തിവിടും. സാർ വണ്ടിയിലല്ലല്ലോ വന്നത്? റിസപ്ഷനിലുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ വീണ്ടും ചോദിച്ചു. അല്ല. എങ്കിൽ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് സാറിനെ ടെന്റിൽ കൊണ്ടു ചെന്ന് വിടും. ഓ, താങ്ക് യു. ടൂറിസം ഓഫീസിൽ നിന്ന് ഒരു മധ്യവയസ്കൻ ബൈക്കിൽ അശോകിനെയും കൊണ്ട് ടെന്റിലേക്ക് പോയി. ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ആർച്ചിനുള്ളിലൂടെ വേണമായിരുന്നു പോകാൻ. ഉള്ളിലേക്ക് കടന്നപ്പോൾ തന്നെ വനത്തിന്റെ പ്രതീതിയായി. അകലെ ഉയർന്ന മലകൾ. ടെന്റുകളുടെ അടുത്തു ചെന്ന് ബൈക്ക് നിന്നു. ചുറ്റും വളർന്നു നിൽക്കുന്ന മരങ്ങളിൽ കുരങ്ങുകളുടെ വിളയാട്ടം അശോക് കണ്ടു. ജഗൻ തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. സാർ വരൂ. അയാളുടെ പിന്നാലെ അശോക് ചെന്നു. ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കടന്നപ്പോൾ ഷീറ്റ് മേഞ്ഞ കോട്ടേജുകൾ പോലെ 2 നിരയായി അനേകം ടെന്റുകൾ. കണ്ടിട്ട് ഒരു ഭംഗിയും തോന്നിയില്ല അശോകിന്. പടികൾ ഇറങ്ങി 2ാം നിരയിലുള്ള ടെന്റുകളുടെ അടുത്തേക്കാണ് അശോകിനെ അയാൾ കൊണ്ടുപോയത്. ഇതാണ് ഒരെണ്ണം. 3ാമത്തെ ടെന്റിന്റെ മുന്നിൽ ചെന്ന് നിന്ന് അയാൾ താക്കോലെടുത്ത് വാതിൽ തുറന്നു. വാതിലിന് മുകളിൽ മൈന എന്നെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ പുറമേ കണ്ടതുപോലെ അല്ല കാര്യങ്ങൾ. വെടിപ്പും വൃത്തിയുമുള്ള മുറി. കട്ടിയുള്ള തുണികൊണ്ടാണ് ഭിത്തികൾ. വെള്ള ഷീറ്റ് വിരിച്ച ഇരട്ടക്കട്ടിൽ, മേശ, കസേര, ഫാന്, അറ്റാച്ച്ഡ് ബാത്റൂം. അശോകിന് ടെന്റ് ഇഷ്ടപ്പെട്ടു. എതിർവശത്തെ ഭിത്തിയിൽ സിബ് ഉപയോഗിച്ച് തുറക്കുന്ന വേറൊരു വാതിലുണ്ടായിരുന്നു. അയാൾ അത് തുറന്നു കാണിച്ചു. ഒരു ബാൽക്കണിയിലേക്കാണ് അവിടെ നിന്നിറങ്ങുന്നത്. ഡാബിൽ നിന്ന് തുറന്നു വിടുന്ന വെള്ളം ഒഴുകിപ്പോകുന്ന വലിയ അരുവി തൊട്ടുമുന്നിൽ. അരുവി മുറിച്ച് അക്കരെ വനത്തിലേക്ക് പോകാൻ ഒരാൾപ്പൊക്കത്തിൽ നടപ്പാലം. ഒരു കാരണവശാലും വാതിൽ തുറന്നിടരുത്. കുരങ്ങന്മാർ അകത്ത് കയർന്ന് ഭക്ഷണ സാധനങ്ങൾ അടിച്ചെടുക്കും. അയാൾ മുന്നറിയിപ്പ് കൊടുത്തു. അശോക് പുഞ്ചിരിച്ചു. ജഗൻ വരുന്നതുവരെ കൂട്ടിനാളായല്ലോ. കുരങ്ങുകളെ പേടിച്ചാവും ബാൽക്കണി കമ്പിവല ഉപയോഗിച്ച് ബന്ദവസാക്കിയിരുന്നത്. തൊട്ടടുത്ത 2ാമത്തെ ടെന്റും അയാൾ തുറന്നു കാണിച്ചു. വേഴാമ്പൽ എന്നായിരുന്നു അതിന്റെ പേര്. ജഗനും കൂട്ടുകാരിയും വേഴാമ്പൽ എടുത്തുകൊള്ളട്ടെ, അശോക് തീരുമാനിച്ചു. ടൂറിസം ഓഫീസിന്റെ എതിർവശത്ത് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ ചെന്നാലേ ഫുഡ് കിട്ടൂ. ആർച്ചിന് വെളിയിൽ 2-3 ചെറിയ ചായക്കടകളുമുണ്ട്. താക്കോൽ ഏൽപ്പിച്ച് പോകുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു. താങ്ക് യു ചേട്ടാ. അയാൾ പോയി. ജഗൻ വരുന്നത് വരെ സമയം നീക്കാൻ പല വഴികളുണ്ട്. റിസർവോയറിൽ ബോട്ടിംഗ് ഉണ്ട്. വളരെ അകലെ അല്ലാതെ ഡിയർ പാർക്കുണ്ട്. അവിടെ ചെന്നാൽ മാൻകൂട്ടങ്ങളെ കാണാം. സന്ധ്യ കഴിഞ്ഞാൽ മ്യൂസിക് ഫൗണ്ടൻ കാണാം. ആദ്യം പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞ് ബോട്ടിങ്ങിന്. ഷോൾഡർ ബാഗ് ടെന്റിൽ വെച്ചിട്ട് അശോക് വാതിൽ പൂട്ടി വെളിയിലിറങ്ങി. ടെന്റുകളുടെ വളരെ അടുത്തായിരുന്നു ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ആർച്ച്. രാത്രിയിൽ അതിന്റെ ഗേറ്റ് അടച്ചു പൂട്ടും. ഉള്ളിലെ വിശാലമായ പാർക്കിംഗ് ഏരിയയിൽ 4-5 കാറുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അശോക് ആർച്ച് കടന്ന് വെളിയിലിറങ്ങി റോഡിലെത്തി. അവിടെയാണ് ബസ് ഇറങ്ങിയത്. ജാസ്മിനെ കാണാനുണ്ടായിരുന്നില്ല. കൂട്ടുകാരി വന്ന് അവളെ കൊണ്ടുപോയി കാണും. അയാൾ ഓട്ടോ പിടിച്ച് റെസ്റ്റോറന്റിലേക്ക് പോയി. കുറെ നേരം ബസ് സ്റ്റോപ്പിൽ ഇരുന്ന ശേഷമാണ് ലീന അണക്കെട്ടിലേക്ക് പോകാനായി എഴുന്നേറ്റത്. റോഡ് മുറിച്ചു കടന്ന് അവൾ ആർച്ചിന് നേരെ നടന്നു. ഡാമിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമല്ലോ എന്ന് അപ്പോഴാണ് അവൾ ഓർത്തത്. അന്ന് ജഗനോടൊപ്പം വന്നപ്പോൾ വെറുതെ കാറിൽ ഇരുന്നാൽ മതിയായിരുന്നു.
അവൻ അതെല്ലാം നോക്കിക്കണ്ട് ചെയ്യും. സെക്യൂരിറ്റി ക്യാബിനടുത്ത് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവൾ ചെന്ന് അണക്കെട്ടിന്റെ മുകളിൽ കയറാനുള്ള ഒരു പാസ് എടുത്തു. ആർച്ചിനുള്ളിൽ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഉല്ലാസയാത്രയ്ക്ക് വന്ന ഏതോ സ്കൂൾ കുട്ടികളുടെ 2 ബസ്സുകളും അവൾ കണ്ടു. ടെന്റുകളുടെ മുന്നിലുള്ള റോഡിലൂടെയാണ് ഡാമിലേക്ക് പോകുന്നത്. അവൾ വെറുതെ ഒന്ന് തല തിരിച്ചു നോക്കി. പിന്നിലെ നിരയിലാണെന്ന് തോന്നുന്നു വേഴാമ്പൽ. റോഡിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കില്ല. അവനോടൊപ്പം നടന്ന വഴി, ഇരുവശത്തും മരങ്ങൾ, കുറച്ചകലെ ആകാശത്തിന് നേരെ ഉയർന്നു നിൽക്കുന്ന അണക്കെട്ട്, അതിനപ്പുറം പർവ്വതങ്ങൾ. കൈകോർത്ത് നടക്കുമ്പോൾ അന്ന് അവൻ എന്തൊക്കെയാണ് പറഞ്ഞത്? ഞാൻ അടുത്ത ആഴ്ച നിന്റെ ഡാഡിയെ വന്ന് കാണട്ടെ. എന്തിന്? അവൾ ഞെട്ടലോടെ ചോദിച്ചു. നിന്നെ പ്രപ്പോസ് ചെയ്യാൻ. നിസാരമട്ടിൽ അവൻ പറഞ്ഞു. അയ്യോ വേണ്ട. അതെന്താ? ഇനി 7 മാസം കൂടിയുണ്ട് എന്റെ കോഴ്സ് തീരാൻ. അത് കഴിയാതെ എന്നെ കെട്ടിച്ചു വിടത്തില്ല. അതുവരെ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണല്ലോ. പക്ഷേ ഒരു ധാരണയിലെത്തുന്നത് നല്ലതല്ലേ മോളൂ? ശരിയാണ്, പക്ഷെ ഇപ്പോഴേ വേണ്ട. എന്തിനാണ് അന്ന് മടിച്ചത്? വന്ന് ഡാഡിയെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ. എന്റെ സാറാണ്. ഞങ്ങളുടെ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ആഴ്ചയിൽ 3 ദിവസം, ബാക്കി 2 ദിവസം വേറൊരു കോളേജിൽ. എറണാകുളത്താണ് വീട്. പേരുള്ള ഫാമിലിയാണ്. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായും ഡാഡി സമ്മതിക്കുമായിരുന്നു. പക്ഷേ വളരെ യാദൃശ്ചികമായിട്ടാണ് കോളേജിലെ അനീറ്റ മിസ്സിന്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടത്. അവനും മിസ്സും കൂടിയുള്ള ഒരു സെൽഫി. കന്യാകുമാരിയിൽ 2 പേരും കൂടി സൺസെറ്റ് കാണുന്നു. തകർന്നു പോയി. വിളിച്ചു ചോദിച്ചപ്പോൾ അനീറ്റ മിസ്സുമായി ഒരു ബന്ധവുമില്ല, വെറും സഹപ്രവർത്തകർ മാത്രമാണെന്നായിരുന്നു മറുപടി. ഫേസ്ബുക്കിൽ നിന്ന് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് അവന്റെ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. പിന്നെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല. ഒരു ജീപ്പ് പെട്ടെന്ന് പിന്നിൽ നിന്ന് ഹോൺ മുഴക്കി. ലീന ഞെട്ടിപ്പോയി. ചിന്തിച്ചു നടന്നത് കാരണം റോഡിന്റെ നടുവിൽ കൂടിയാണ് പോകുന്നതെന്ന് അറിഞ്ഞതേയില്ല. അവൾ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. ജീപ്പ് കയറ്റം കറയിൽ വളവ് തിരിഞ്ഞു. അവൾ നടന്ന് ഡാമിന്റെ ചുവട്ടിലെത്തി. ഇനി മുകളിലേക്ക് കുത്തനെ പടിക്കെട്ടുകളാണ്. നടക്കാമോ നിനക്ക്? അന്ന് അവൻ ചോദിച്ചു. വയ്യെങ്കിൽ എടുക്കാൻ ഞാൻ. വേണ്ടെന്ന് പറയും മുമ്പേ അവൻ കോരിയെടുത്തു. അന്നാണ് അവന്റെ കൈകളുടെ ബലം ആദ്യമായി മനസ്സിലാക്കിയത്. മുൻപ് പലതവണ കെട്ടിപ്പിടിച്ച് അമർത്തിയിരുന്നെങ്കിലും. ലീന മെല്ലെ പടികൾ കയറി. വെയിലിന് നല്ല ചൂട്. തൊണ്ട വരളുന്നുണ്ടായിരുന്നു. ബാഗിൽ വാട്ടർ ബോട്ടിലില്ല. എടുത്തില്ല. എന്തിനെടുക്കണം? സാധാരണ യാത്ര പോകുമ്പോൾ ബാഗിൽ ഒരു കുപ്പിവെള്ളം എടുത്ത് വെക്കുമായിരുന്നു. ഇന്ന് വെള്ളത്തിന്റെ ആവശ്യമില്ലല്ലോ. പടികൾ കയറി ഡാമിന്റെ മുകളിലെത്തിയപ്പോഴേക്കും അവൾ കിതച്ചുപോയി. ഡാമിന്റെ മുകളിലെ കുറുകെയുള്ള റോഡിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പ് ഒരു സെക്യൂരിറ്റി ക്യാബിനുണ്ട്. കാക്കി യൂണിഫോം ധരിച്ച പോലീസുകാരെ കണ്ട് അവൾ ബാഗിൽ നിന്ന് ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഫോട്ടോഗ്രാഫി പ്രൊഹിബിറ്റഡ്. തൊട്ടു പിന്നാലെ വന്ന സ്കൂൾ കുട്ടികളോടായി അയാൾ പറഞ്ഞു. 50ഓ 60ഓ കുട്ടികളും 4-5 അധ്യാപകരും ഉണ്ടായിരുന്നു. മൊബൈലിൽ എടുക്കാമോ സാർ? അതിൽ ഒരു മുതിർന്ന കുട്ടി ചോദിച്ചു. ഡാമിന്റെ പാറപ്പറ്റിന് മുകളിൽ കയറി സെൽഫി എടുത്ത 2 കുട്ടികൾ കഴിഞ്ഞ മാസം റിസർവോയറിലെ വെള്ളത്തിൽ വീണിട്ടുണ്ട്. അയാൾ പറഞ്ഞു. മരിച്ചോ? ഇല്ല, അതിനു മുമ്പ് രക്ഷപ്പെടുത്തി. വലിയ ആഴമുള്ള ഭാഗമാ. അടിത്തട്ടിൽ മരക്കുട്ടികൾ കാണും. അതിൻ്റെ അടിയിൽ പെട്ടുപോയാൽ ആൾ ചിലപ്പോൾ ബാക്കി വരത്തുമില്ല. പൊന്തി വരണ്ട. ലീനയെക്കുറിച്ച് ലോകമൊന്നും അറിയണ്ട. ചതിച്ചവനും അറിയണ്ട. അതിനുള്ള അർഹത പോലും അവനില്ല. അണക്കെട്ടിലെ റോഡിലൂടെ മറുവശത്ത് നിന്ന് ഒരു ജീപ്പ് ഓടി വന്നു. റോഡിന്റെ ഇരുവശത്തും 4-5 അടി പൊക്കത്തിൽ മതിൽക്കെട്ടുണ്ട്. കുട്ടികൾ 2 ഭാഗത്തേക്കും ഒതുങ്ങി നിന്നു. ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്ന കുട്ടികളുടെ പിന്നാലെ അവളും നടന്നു. മതിൽക്കെട്ടാണ് അവൾ ശ്രദ്ധിച്ചത്. 5 അടി പൊക്കമെങ്കിലും കാണും. അതിന്റെ മുകളിൽ കയറിയാലേ റിസർവോയറിലേക്ക് ചാടാൻ പറ്റും. അത്ര ഉയരത്തിലേക്ക് കയറാൻ തന്നെക്കൊണ്ട് പറ്റില്ലെന്ന് അവൾക്ക് തോന്നി. ആരെങ്കിലും സഹായിക്കുമോ? അവൾ തളർച്ചയോടെ നടന്നു. ആന്റി, ഇതാ. ഒരു കുട്ടി പെട്ടെന്നൊരു ഓറഞ്ച് അവളുടെ നേരെ നീട്ടി. വേണ്ട മോനെ, അവൾ പറഞ്ഞു. ആന്റിയെ കണ്ടിട്ട് ഞങ്ങളുടെ പ്രിയാന്റിയെ പോലെയുണ്ട്. ഓറഞ്ച് കൊതിച്ചിയ പ്രിയാന്റി. പ്ലീസ് ആന്റി, മേടിക്ക്. കുട്ടി വീണ്ടും നിർബന്ധിച്ചു. അവന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോൾ അവൾക്ക് നിഷേധിക്കാൻ തോന്നിയില്ല. അവൾ അത് വാങ്ങി. താങ്ക് യു. അവൻ ചിരിച്ചുകൊണ്ട് കൂട്ടുകാരുടെ ഇടയിലേക്ക് ഓടിപ്പോയി. ലീനയ്ക്ക്
ഒരു കാര്യം ബോധ്യമായി. അണക്കെട്ടിന്റെ മുകളിലേക്ക് കയറാൻ അവൾക്ക് സാധിക്കില്ല. അഥവാ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ച് കയറാൻ ശ്രമിച്ചാലും അതാരുടെയും കണ്ണിൽപ്പെടാതെ സാധിക്കുകയുമില്ല. ഇനി ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ.